ഹേ ഗൈസ്, അപ്പോ നമുക്കിന്ന് സൈബർ സെക്യൂരിറ്റിയുടെ ഒരു ഡാർക്ക് സൈഡിനെ പറ്റി സംസാരിക്കാം. നിങ്ങൾ അവരെ പറ്റി കേട്ടിട്ടൊന്നും ഇല്ലായിരിക്കാം, പക്ഷെ അവർക്ക് നിങ്ങളെപ്പറ്റി എല്ലാം അറിയാം. നിങ്ങളുടെ മൊബൈൽ നമ്പർ, നിങ്ങളുടെ ഇമെയിൽ അഡ്രസ്, നിങ്ങൾ ലാസ്റ്റ് നൈറ്റ് എന്തൊക്കെ സെർച്ച് ചെയ്തു, ഒരാഴ്ചയ്ക്ക് മുന്നേ എവിടെയൊക്കെ പോയി, ഇതെല്ലാം അടങ്ങുന്ന നിങ്ങളുടെ ഒരു കംപ്ലീറ്റ് പ്രൊഫൈൽ വിൽക്കപ്പെട്ട് കഴിഞ്ഞു, അതും ലീഗലി. സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഡാറ്റ ബ്രോക്കേഴ്സ്, ദ സീക്രട്ട് ഇൻഡസ്ട്രി സെല്ലിങ് യുവർ ലൈഫ്. പൊട്ടു സമയം വേസ്റ്റ് ചെയ്ത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ ഡാറ്റ ബ്രോക്കേഴ്സ് എന്ന് പറയുന്നത് കുറെ കമ്പനീസ് ആണ്. അവർ നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ കളക്ട് ചെയ്യുന്നു, വിൽക്കുന്നു. അവർ നിങ്ങളെ ഹാക്ക് ചെയ്യുന്നില്ല, പക്ഷെ നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ ഡാറ്റാസ് അവർക്ക് കൊടുക്കുന്നത്. എങ്ങനെയാണെന്നല്ലേ, കുറെ ഫ്രീ ആപ്സ് വഴി. നിങ്ങൾ ഉപയോഗിക്കുന്ന ഫിറ്റ്നസ് ആപ്പ്, വെതർ ആപ്പ്, VPN ആപ്പ്, നിങ്ങൾ എന്താ വിചാരിക്കുന്നത് അവര് ഇങ്ങോട്ട് നിങ്ങൾക്ക് സർവീസസ് തരുന്നതാണോ? പക്ഷെ അല്ല. സത്യം പറഞ്ഞ ഈ ആപ്സ് ഒക്കെ നിങ്ങളുടെ ബിഹേവിയർ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് നിങ്ങളെ പറ്റി എന്തൊക്കെ അറിയാമെന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ പേര്, നിങ്ങളുടെ ജെൻഡർ, നിങ്ങളുടെ ഇൻകം ലെവൽ, ലൊക്കേഷൻ ഹിസ്റ്ററി, നിങ്ങൾ എവിടെയൊക്കെ സഞ്ചരിക്കുന്നു, നിങ്ങളുടെ മെന്റൽ ഹെൽത്ത്, റിലേഷൻഷിപ്പ്, ഈവൻ പ്രഗ്നൻസി സ്റ്റാറ്റസ്, അങ്ങനെ നിങ്ങളുടെ എല്ലാ സകലമായ ഡീറ്റെയിൽസും അവരെ കളക്ട് ചെയ്യും. എന്നിട്ട് എന്താ ചെയ്യുന്ന വെച്ചാൽ, അവരൊരു പ്രൊഫൈൽ ഉണ്ടാക്കും. നിങ്ങളുടെ ഒരു കംപ്ലീറ്റ് പ്രൊഫൈൽ ഉണ്ടാക്കിയിട്ട് അത് വിൽക്കും. അഡ്വർടൈസേഴ്സിനോ പൊളിറ്റിക്കൽ ക്യാമ്പയിൻസിനോ അതൊക്കെ മേലെ വേണമെങ്കിലും പോകാം. അപ്പോൾ ഇങ്ങനെ കളക്ട് ചെയ്യുന്ന ഓരോ പ്രൊഫൈലും വിറ്റ് പോകുന്നത് 5 മുതൽ 500 രൂപ വരെ, ഇതിന്റെ ഇടയ്ക്കൊക്കെ ആകാം, ഡിപ്പെൻഡിങ് ഓൺ ദ ഡീറ്റെയിൽസ്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾ ഒറ്റയ്ക്കല്ലേ ഇവിടെ. നിങ്ങളെപ്പോലുള്ള മില്യൺസ് ഓഫ് യൂസേഴ്സിന്റെ ഡാറ്റയാണ് ഇങ്ങനെ വിറ്റ് പോകുന്നത്. ആൻഡ് ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണെന്ന് അറിയാം, ഇത് ലീഗലാണ്, നോ ഡാർക്ക് വെബ് നീഡഡ്. നിങ്ങളുടെ ഡേറ്റാസ് ഒക്കെ വിറ്റുകൊണ്ട് ഇതേപോലുള്ള കമ്പനീസ് ഉണ്ടാക്കുന്നത് മില്യൺസ് ഓഫ് മണിയാണ്, മില്യൺ. അപ്പോൾ ഇത് വളരെയധികം ഡേഞ്ചറസ് ആണ്. കാരണം നിങ്ങൾക്ക് കുറെ അധികം സ്കാം കോൾസ് ഒക്കെ കിട്ടും. ഇപ്പോൾ ലൈക്ക് നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ഇങ്ങനെ കുറെ കോൾസ് ഒക്കെ വരും, ഓരോ കോളേജിൽ നിന്നാണ്, ഇൻസ്റ്റിറ്റ്യൂഷൻസിൽ നിന്നാണെന്നൊക്കെ പറഞ്ഞ് വിളിച്ച്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്റെ നമ്പർ അവർക്ക് എങ്ങനെ കിട്ടിയെന്ന്? അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ ഇൻസ്റ്റയൊക്കെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കുറെ വിയേർഡ് ആയിട്ടുള്ള ആഡ്സ് ഒക്കെ വരും. കാരണം അവർക്ക് നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് അറിയാം. പിന്നെ ഫേക്ക് ജോബ് ഓപ്പർച്യൂണിറ്റീസ്, ഫിഷിംഗ് ഇമെയിൽസ്. സോ ഇറ്റ്സ് ടു ഡേഞ്ചറസ്. പണ്ടൊക്കെ ആണെങ്കിൽ പൈസ കൊടുത്ത് മുട്ടായിയും ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചുകൊണ്ടിരുന്ന കാലമായിരുന്നു അല്ലേ? ഇപ്പൊ പൈസ കൊടുത്ത് ഡാറ്റ എന്താ അല്ലേ, പൊളിയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് എങ്ങനെ സേഫ് ആയിട്ടിരിക്കാൻ നോക്കാം. ആദ്യം തന്നെ ഈ ചെറിയ ചെറിയ സൈനപ്സ് ഒക്കെ വരുമ്പോൾ മാക്സിമം ഫേക്ക് നെയിംസും ഫേക്ക് ഇമെയിൽസ് ഒക്കെ ഉപയോഗിച്ച് സൈനപ്പ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ സേ നോ ടു കുക്കീസ്. ഫോണിൽ കിടക്കുന്ന ചാറ്റ് ആപ്ലിക്കേഷൻസ് ഒക്കെ ഇപ്പോഴും എടുത്ത് കളയുക. ഞാൻ എപ്പോഴും പറയണതാണ്. കാരണം എന്താ, ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഫ്രീ സർവീസസ് തരുന്നതല്ല. സത്യം പറഞ്ഞാൽ അവർ നിങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളുടെ ബിഹേവിയർ ഒക്കെ അവർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അങ്ങനെ എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ഒക്കെ ഫോണിലുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എടുത്ത് കളയുക. ബ്രേവ് പോലുള്ള ബ്രൗസേഴ്സ് ഒക്കെ ഉപയോഗിക്കാൻ ശ്രമിക്കുക. പിന്നെ simpleopt.out.com അഥവാ savemind.com ഇതുപോലുള്ള വെബ്സൈറ്റ്സിലൊക്കെ കയറി നിങ്ങളുടെ ഡേറ്റാസ് അവിടെ ഉണ്ടോ നോക്കുക. ഉണ്ടെങ്കിൽ റിമൂവ് ചെയ്ത് കളയുക. നമ്മളെന്താ വിചാരിക്കുന്നത്, നമ്മൾ ഈ ആപ്സ് യൂസ് ചെയ്യുന്നു എന്നല്ലേ? പക്ഷെ സത്യം പറഞ്ഞ ഈ ആപ്സ് ഒക്കെ നമ്മളല്ലേ യൂസ് ചെയ്യണത്. നമ്മളൊരു കസ്റ്റമർ അല്ല, നമ്മൾ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളെപ്പറ്റി ഏറ്റവും കൂടുതൽ അറിയാവുന്നുള്ളത് ആരായിരിക്കും? എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ അത് ChatGPT ആയിരിക്കും. കാരണം ഇപ്പൊ ChatGPT ഉപയോഗിക്കാത്ത ആരും കാണൂല, എന്നാലും ഭൂരിഭാഗം പേരും അത് ഉപയോഗിക്കുന്നുണ്ട്. നമ്മളുടെ എല്ലാ കാര്യവും അതിനടുത്ത് പറയുന്നുണ്ട്. നമ്മുടെ ഫോട്ടോസ് ഷെയർ ആക്കുന്നുണ്ട്, നമ്മളുടെ പേഴ്സണൽ കാര്യങ്ങൾ പറയുന്നുണ്ട്, എല്ലാം ഷെയർ ആക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെപ്പറ്റി ഏറ്റവും കൂടുതൽ അറിയാവുന്നുള്ളത് അതിനായിരിക്കില്ലേ? അപ്പൊ എന്താ, ഞാൻ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ മൈൻഡിൽ വെക്കുക. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്താ, ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് സൈബർ സെക്യൂരിറ്റി വീഡിയോസ് ഞാൻ വിടുന്നത് അടുത്തോടെ കാണാം.